ഏത് കോഴ്സ് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കോഴ്സിന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഇന്ത്യ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ കോഴ്സിൽ ഏതൊക്കെ ലെവലിൽ എന്തൊക്കെ പേപ്പറാണ് പഠിക്കേണ്ടത്, അതിന് എത്ര ഡെപ്ത് ഉണ്ട്, എത്ര വിഡ്ത്ത് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം CMA എന്ന് പറഞ്ഞ കോഴ്സിന് +2 ചെയ്യുന്ന ഒരു കുട്ടിയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലെവലാണുള്ളത്. 1 ഫൗണ്ടേഷൻ ലെവൽ, 2 ഇൻ്റർമീഡിയറ്റ്, 3 ഫൈനൽ, അങ്ങനെയാണ് വരിക. അപ്പോൾ അതിനകത്ത് ബേസിക് ലെവലിൽ നമുക്ക് 2 എൻട്രി റൂട്ടുകളിൽ, അതായത് 2 എക്സാം, രണ്ടിലേതെങ്കിലും ഒരു എക്സാം എഴുതി പാസ്സാവുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, ഇൻ്റർമീഡിയറ്റിലേക്ക് പോവാം. അപ്പോൾ CAT എന്ന് പറഞ്ഞൊരു എക്സാം എഴുതിയിട്ടും പോവാം, CMA ഫൗണ്ടേഷൻ എഴുതിയിട്ടും പോവാം. CAT എന്ന് പറഞ്ഞ എക്സാമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടൻസി, അതേപോലെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഒരു ബേസിക്സ്, അതേപോലെ കോസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ മിനിമം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതേപോലെ ഇൻകം ടാക്സിലും GSTനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, ഇത്രയും കാര്യങ്ങളാണ് CAT എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടി വരിക. ഇനി നേരെ മറിച്ചത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് വരുന്നത് ഒന്ന് ബേസിക് മാത്തമാറ്റിക്സ്, നമ്മൾ 8 മുതൽ 10 വരെയൊക്കെ പഠിച്ച ഒരു മാത്സിൻ്റെ ഒരു സിലബസ് ഉണ്ടാവും. അതേപോലെ എക്കണോമിക്സ്, സ്റ്റാറ്റി, അത് നമ്മൾ +2 കൊമേഴ്സൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം അവർ +2 അത് പഠിക്കുന്നുണ്ട്. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ ഒരു കൊമേഴ്സ് പഠിച്ച ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് 10ാം ക്ലാസ്സിലോ +2ലോ ഒരു സ്ട്രീമിലും പഠിക്കാനില്ലാത്തതാണ് നിയമങ്ങൾ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അവയർനെസ് മാത്രമാണ് CMA ഫൗണ്ടേഷനിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി CMA ഫൗണ്ടേഷനോ CATോ പാസ്സായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെവൽ ഇൻ്റർമീഡിയറ്റ് ആണ്. അവിടെ കുറച്ച് സിലബസിൻ്റെ വോളിയം കുറച്ച് കൂടും. പഠിക്കുന്ന പേപ്പറൊക്കെ ഈ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒന്ന് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു പേപ്പർ അക്കൗണ്ടൻസിയാണ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടൻസിയാണ്. രണ്ടാമത്തെ ഒരു പേപ്പർ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിയാണ്. മൂന്നാമത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. നാലാമത്തെ ഒരു സബ്ജക്റ്റ് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്. അഞ്ചാമതായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് നേരത്തെ പഠിച്ചിരുന്ന നിയമങ്ങളൊന്നും കൂടി എന്ത് ചെയ്യണം, ആവർത്തിക്കണം. അത് കുറച്ചും കൂടി വോളിയം കുറച്ചും കൂടി കൂട്ടും എന്ന് മാത്രം. പിന്നെ വരുന്നത് ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആണ്, അതായത് പ്രധാനമായിട്ടും GST, കസ്റ്റംസ് പോലെയുള്ള നിയമങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെയുള്ളത് ഇൻകം ടാക്സ് ആണ്. ഈ സബ്ജക്റ്റുകളാണ് കാര്യഗൗരവത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, പഠിക്കേണ്ടി വരിക. ഇതിന് പുറമെ ഓഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടാവും. അതേപോലെ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു തിയററ്റിക്കൽ പേപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ പകുതിയിലധികവും ന്യൂമറിക്കൽ, അതായത് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറാണ്. ചെയ്ത് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ഈ പ്രയോറിറ്റി വരിക. ബാക്കിയുള്ള കുറച്ച് തിയററ്റിക്കൽ പാർട്ടാണ്. അത് അത്യാവശ്യം വായനാശീലം കൂടി വേണം എന്ന് മാത്രം. ഇനി ഇൻ്റർമീഡിയറ്റിന് 8 പേപ്പറാണ്. അത് 2 ഗ്രൂപ്പാണ്. നമുക്ക് ഗ്രൂപ്പ് വൈസ് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. 8 പേപ്പർ വേണമെങ്കിൽ ഒന്നിച്ച് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. അതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ വരുന്നത് ഫൈനൽ എക്സാമിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെയാണോ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്നത് അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള കാര്യങ്ങളാണ് ഫൈനലിന് പഠിക്കാനുള്ളത്. ഒന്ന് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വരും. കോസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പേപ്പർ വരും. അത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഇൻകം ടാക്സിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം വരും. ഡയറക്റ്റ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വരും. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും ഇതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂട്ടി, അതായത് ഇൻ്റർമീഡിയറ്റ് പഠിച്ചതൊക്കെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ കുറച്ചും കൂടി കണ്ടന്റ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. പിന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. അക്കൗണ്ടൻസിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. പിന്നെ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ വരും. പിന്നെ ബിസിനസ് വാലുവേഷൻ മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സിലബസിൽ ഓൾ ടുഗദർ വരുന്നത്. അപ്പോൾ ഈ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെയുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ ഈ കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ബുക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അത്യാവശ്യം കുറച്ച് വായനാശീലം ഉണ്ടായിരിക്കുക. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ എക്സാം പാസ്സാവാനുള്ള ക്രൈറ്റീരിയ ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു പേപ്പറിന് 40 മാർക്ക് മാത്രമേ വേണ്ടുള്ളൂ. ഗ്രൂപ്പ് വൈസ് എക്സാം എഴുതുകയാണെങ്കിൽ 50%, അതായത് 4 പേപ്പർ എഴുതുന്ന ഒരു ഗ്രൂപ്പിൽ നമുക്ക് 200 മാർക്സ് ആണ് വേണ്ടത്. ഒരു പേപ്പർ ജയിക്കാൻ 40 മതി. 4 പേപ്പറും കൂടി കൂട്ടുമ്പോൾ 200 മാർക്ക് വേണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു സാധാരണ എക്സാമിൽ നിന്ന് വിഭിന്നമായിട്ട് വരുന്നത്. സാധാരണ ഡിഗ്രി എക്സാമൊക്കെ നമ്മളൊരു പേപ്പർ എഴുതി പാസ്സായാലത് പാസ്സായി. പക്ഷേ ഇതിനകത്ത് നമ്മൾ ആ 4 പേപ്പറും ഒന്നിച്ചാണ് എഴുതേണ്ടത്. ആ 4 പേപ്പർ എഴുതുമ്പോൾ നമുക്ക് ഓൾ ടുഗദർ 200 കിട്ടണം. ഓരോ പേപ്പറിനും മിനിമം 40 മാർക്കും വേണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക,
ഇത് ഈ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം അവയർനെസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഈ കോഴ്സ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല. ദെൻ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്ലൈ ചെയ്യാനും പറ്റും. അതാണ് ഈ കോഴ്സിൻ്റെ ഓൾ ടുഗദർ ബെനിഫിറ്റ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത വീഡിയോ കാണാം.